ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അട്ടിപ്പൊളി ഒരു ചിക്കൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ. വളരെ ടേസ്റ്റി ആയിട്ട് ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. ഇതിപ്പോൾ ഒരു ഹാഫ് kg ഉണ്ട്. ചെറുതായിട്ട് ഇതേപോണക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. അതാണ് ഡ്രാഗൺ ചിക്കൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബോൺലെസ് ആണ്, അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ കോൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺ പൗഡറാണ്, ചോളപ്പൊടി. അതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ബൗൾ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ അരപ്പ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇപ്പോഴും പറയുന്നത് ചെറുതായിട്ട് നീളത്തി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഇതൊന്ന് മാരിനേറ്റ് ആവാൻ വെക്കണം. ഈ അരപ്പൊക്കെ ഈ ഇറച്ചിക്കകത്തോട്ട് പിടിക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഓരോ ചിക്കനും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനിയിപ്പം കുറേശ്ശെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കനുള്ള ചിക്കൻ നമ്മൾ വറുത്ത് കോരി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ചൂടാവട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 10-20 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കാഷ്യൂ നട്ട് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിനകത്തോട്ട് എടുത്ത് മാറ്റാം. ഇത് അവസാനം നമ്മുടെ ഡ്രാഗൺ ചിക്കനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ കശുവണ്ടി വറുക്കാൻ എടുത്ത സെയിം എണ്ണയ്ക്കകത്തോട്ട് തന്നെ. ഇത് നമ്മുടെ സ്റ്റാർ അനീസ് ആണ്. സ്റ്റാർ അനീസ് 3 എണ്ണം ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്ത് നടുക്കൂടെ അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് എടുത്തത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സവാളയാണ്, ഇതളാക്കിയതാണ്, ചതുരത്തിൽ കട്ട് ചെയ്തത്, അതൊരു 2 എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കമാണ്, ഒരെണ്ണം എടുത്ത് നമ്മൾ അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും സവാളയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ബൗളിന് 1 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളവും കൂടി ഒന്ന് നല്ലോണം ഒന്ന് കുതിക്കട്ടെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുതിച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ സോസാണിത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ റെഡ് ചില്ലി പൗഡറാണ്, കാശ്മീരി റെഡ് ചില്ലി. അത് 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നല്ലോണം ഇളക്കി
ഇതിനകത്തോട്ട് നമുക്ക് തേനാണ് ഇനി ഒഴിക്കാനുള്ളത്. ഹണി, നല്ല തേൻ, അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നല്ല തേൻ നോക്കി വാങ്ങിക്കുക. അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കണം. അപ്പോൾ നമ്മൾ തേൻ ഒഴിച്ച് ഇളക്കി. ഇനിയിപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ്, അത് ഒരു തണ്ടെടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണമൊക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കാഷ്യൂ നട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആ സോസ് എല്ലാം കൂടിയുള്ള ആ ചാറ് വറ്റുന്നിടം വരെ, ഒന്ന് ഡ്രൈ ആവുന്നിടം വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അടിപൊളിയായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. കുറച്ച് കാഷ്യൂ നട്ടും സ്പ്രിംഗ് ഓണിയനും വെച്ച് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.